1 രാജാക്കന്മാർ അധ്യായം 21. നാബോത്തിന്റെ മുന്തിരിത്തോട്ടം. ജസ്രയേൽക്കാരനായ നാബോത്തിന് ജസ്രയേലിൽ സമരിയ രാജാവായ ആഹാബിന്റെ കൊട്ടാരത്തോട് ചേർന്ന് ഒരു മുന്തിരിത്തോട്ടമുണ്ടായിരുന്നു. ഒരു ദിവസം ആഹാബ് നാബോത്തിനോട് പറഞ്ഞു, എനിക്ക് പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ നിന്റെ മുന്തിരിത്തോട്ടം വിട്ടുതരണം. അത് കൊട്ടാരത്തിന്റെ സമീപമാണല്ലോ. അതിനേക്കാൾ മെച്ചമായ ഒരു മുന്തിരിത്തോട്ടം ഞാൻ നിനക്കു തരാം. പണമാണ് വേണ്ടതെങ്കിൽ വില തരാം. എന്നാൽ നാബോത്ത് പറഞ്ഞു, എൻ്റെ പിതൃസ്വത്ത് വിൽക്കുന്നതിന് കർത്താവ് ഇടയാക്കാതിരിക്കട്ടെ. എൻ്റെ പിതൃസ്വത്ത് ഞാൻ അങ്ങേക്ക് നൽകുകയില്ല എന്ന് ജസ്രയേൽക്കാരനായ നാബോത്ത് പറഞ്ഞതിൽ രോഷാകുലനായി ആഹാബ് സ്വഭവനത്തിലേക്ക് മടങ്ങി. അവൻ മുഖം തിരിച്ച് കട്ടിലിൽ കിടന്നു. ഭക്ഷണം കഴിച്ചതുമില്ല. അവന്റെ ഭാര്യ ജസബൽ അടുത്തു വന്ന് ചോദിച്ചു, അങ്ങ് എന്താണ് ഇത്ര ക്ഷോഭിച്ചിരിക്കുന്നത്? ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ. അവൻ പറഞ്ഞു, ജസ്രയേൽക്കാരനായ നാബോത്തിനോട് അവന്റെ മുന്തിരിത്തോട്ടം വിലയ്ക്ക് തരുക, അല്ലെങ്കിൽ വേറൊന്നിന് പകരമായി തരുക എന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ തരുകയില്ല എന്ന് അവൻ പറഞ്ഞു. ജസബൽ പറഞ്ഞു, അങ്ങാണോ ഇസ്രായേൽ ഭരിക്കുന്നത്? എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് സന്തുഷ്ടനായിരിക്കുക. ജസ്രയേൽക്കാരനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ അങ്ങേക്കു തരും. അവൾ ആഹാബിന്റെ പേരും മുദ്രയും വച്ച് നഗരത്തിൽ നാബോത്തിനോടൊപ്പം വസിക്കുന്ന ശ്രേഷ്ഠന്മാർക്കും പ്രഭുക്കന്മാർക്കും കത്തയച്ചു. അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു, നിങ്ങൾ ഒരു ഉപവാസം പ്രഖ്യാപിക്കുകയും ജനത്തെ വിളിച്ചുകൂട്ടി അവിടെ നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തുകയും ചെയ്യുവൻ. അവനെതിരായി 2 നീചന്മാരെ കൊണ്ടുവരുവൻ. നാബോത്ത് ദൈവത്തിനും രാജാവിനും എതിരായി ദൂഷണം പറഞ്ഞു എന്ന് അവർ കള്ളസാക്ഷ്യം പറയട്ടെ. അപ്പോൾ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊല്ലുവിൻ. പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരും പ്രഭുക്കന്മാരും ജസബൽ എഴുതിയതുപോലെ പ്രവർത്തിച്ചു. അവർ ഉപവാസം പ്രഖ്യാപിച്ചു, ജനത്തെ വിളിച്ചുകൂട്ടി, നാബോത്തിനെ പ്രധാന സ്ഥാനത്തിരുത്തി. നീചന്മാർ ഇരുവരും അവനെതിരെ ഇരുന്നു. ഇവൻ ദൈവദൂഷണവും രാജദൂഷണവും പറഞ്ഞു എന്ന് അവർ ജനത്തിന്റെ മുൻപിൽ നാബോത്തിനെതിരായി കുറ്റം ആരോപിച്ചു. അവർ അവനെ പട്ടണത്തിനു പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. നാബോത്തിനെ കല്ലെറിഞ്ഞു കൊന്ന വിവരം ജസബലിനെ അറിയിച്ചു. അത് കേട്ടയുടനെ ജസബൽ ആഹാബിനോട് പറഞ്ഞു, എഴുന്നേൽക്കുക, ജസ്രയേൽക്കാരനായ നാബോത്ത് വിലയ്ക്കു തരാൻ വിസമ്മതിച്ച മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്തിക്കൊള്ളുക. നാബോത്ത് ജീവിച്ചിരിപ്പില്ല, അവൻ മരിച്ചു. നാബോത്ത് മരിച്ച വിവരം അറിഞ്ഞ മാത്രയിൽ ആഹാബ് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ ഇറങ്ങി. തിഷ്ബ്യനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. അവൻ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശപ്പെടുത്താൻ എത്തിയിരിക്കുന്നു. നീ അവനോട് പറയണം, കർത്താവ് ചോദിക്കുന്നു, നീ അവനെ കൊലപ്പെടുത്തി അവന്റെ വസ്തു കയ്യേറിയോ? അവനോട് വീണ്ടും പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്തു വച്ചു തന്നെ നിന്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ആഹാബ് ഏലിയായോട് ചോദിച്ചു, എൻ്റെ ശത്രുവായ നീ എന്നെ കണ്ടെത്തിയോ? അവൻ പ്രതിവചിച്ചു, അതെ, ഞാൻ നിന്നെ കണ്ടെത്തി. കർത്താവിൻ്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിക്കാൻ നീ നിന്നെ തന്നെ വിറ്റിരിക്കുന്നു. ഇതാ, ഞാൻ നിനക്ക് നാശം വരുത്തും. ഞാൻ നിന്നെ നിർമ്മാർജ്ജനം ചെയ്യും. ആഹാബിന് ഇസ്രായേലിലുള്ള എല്ലാ പുരുഷന്മാരെയും സ്വതന്ത്രരെയും അടിമകളെയും ഞാൻ നിഗ്രഹിക്കും. നീ എന്നെ പ്രകോപിപ്പിക്കുകയും ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിക്കുകയും ചെയ്തതിനാൽ ഞാൻ നിന്റെ ഭവനത്തെ നെബാത്തിന്റെ മകൻ ജെറോബോവാമിൻ്റെയും അഹിയായുടെ മകൻ ബാഷായുടെയും ഭവനങ്ങളെപ്പോലെ ആക്കി തീർക്കും. ജസബലിനെക്കുറിച്ചും കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, ജസ്രയേലിന്റെ അതിർത്തികൾക്കുള്ളിൽ വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. ആഹാബിന്റെ ഭവനത്തിൽ നിന്ന് നഗരത്തിൽ വെച്ച് മരിക്കുന്നവനെ നായ്ക്കൾ ഭക്ഷിക്കും. നാട്ടിൻ പുറത്ത് വെച്ച് മരിക്കുന്നവനെ പറവകളും. ഭാര്യയായ ജസബലിന്റെ പ്രേരണയ്ക്കു വഴങ്ങി കർത്താവിന് അനിഷ്ടമായത് പ്രവർത്തിക്കാൻ തന്നെ തന്നെ വിറ്റ ആഹാബിനെ പോലെ ആരും ഉണ്ടായിട്ടില്ല. ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ അമോര്യരെ പോലെ അവൻ വിഗ്രഹങ്ങളെ പിഞ്ചെന്ന് ഏറ്റവും മ്ലേച്ഛമായി പ്രവർത്തിച്ചു. ആഹാബ് ഇത് കേട്ട് വസ്ത്രം കീറി ചാക്കുടുത്ത് ഉപവസിക്കുകയും ചാക്കു വിരിച്ച് ഉറങ്ങുകയും മനം തകർന്ന് തല താഴ്ത്തി നടക്കുകയും ചെയ്തു. അപ്പോൾ
തിഷ്ബ്യനായ ഏലിയായോട് കർത്താവ് അരുളി ചെയ്തു, ആഹാബ് എൻ്റെ മുൻപിൽ എളിമപ്പെട്ടത് കണ്ടില്ലേ? അവൻ തന്നെ തന്നെ താഴ്ത്തിയതിനാൽ അവൻ്റെ ജീവിതകാലത്ത് ഞാൻ നാശം വരുത്തുകയില്ല. അവൻ്റെ പുത്രൻ്റെ കാലത്തായിരിക്കും ആ ഭവനത്തിന് ഞാൻ തിന്മ വരുത്തുക. 1 രാജാക്കന്മാർ അധ്യായം 22. മിക്കായ മുന്നറിയിപ്പ് നൽകുന്നു. 3 വർഷത്തേക്ക് സിറിയയും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല. 3-ാം വർഷം യൂദാ രാജാവായ യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു. ഇസ്രായേൽ രാജാവ് തൻ്റെ സേവകന്മാരോട് പറഞ്ഞു, റാമോത്ത് ഗിലെയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു? അത് നമ്മുടേതാണല്ലോ. അവൻ യഹോഷാഫാത്തിനോട് ചോദിച്ചു, എന്നോടൊത്ത് റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിന് പോരുമോ? യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, ഞാൻ തയ്യാറാണ്. എൻ്റെ സൈന്യം നിന്റെ സൈന്യത്തെപ്പോലെയും എൻ്റെ കുതിരകൾ നിന്റെ കുതിരകളെപ്പോലെയും തയ്യാറാണ്. യഹോഷാഫാത്ത് തുടർന്നു, ആദ്യം കർത്താവിൻ്റെ ഇംഗിതം ആരായുക. ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി. അവർ 400ഓളം പേരുണ്ടായിരുന്നു. അവൻ അവരോട് ചോദിച്ചു, ഞാൻ റാമോത്ത് ഗിലെയാദ് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? അവർ പ്രതിവചിച്ചു, പോവുക, കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നാൽ യഹോഷാഫാത്ത് ചോദിച്ചു, കർത്താവിൻ്റെ ഇംഗിതം ആരായേണ്ടതിന് ഇവിടെ വേറെ പ്രവാചകനില്ലേ? ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു, നമുക്ക് കർത്താവിൻ്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട്, ഇംലായുടെ പുത്രൻ മിക്കായ. എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു. അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല. യഹോഷാഫാത്ത് പറഞ്ഞു, രാജാവ് അങ്ങനെ പറയരുതേ. ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു, ഇംലയുടെ മകൻ മിക്കായായെ വേഗം കൊണ്ടുവരുക. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും രാജകീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് സമരിയായുടെ കവാടത്തിലുള്ള ഒരു മെതിസ്ഥലത്ത് സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു. പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചു കൊണ്ടിരുന്നു. കെനാനായുടെ മകൻ സെദക്കിയ ഇരുമ്പ് കൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, സിറിയക്കാർ നശിക്കുന്നതുവരെ നീ ഇവ കൊണ്ട് അവരെ കുത്തിക്കീറും. എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു. അവർ പറഞ്ഞു, റാമോത്ത് ഗിലെയാദിൽ പോയി വിജയം വരിക്കുക. കർത്താവ് അത് രാജാവിൻ്റെ കയ്യിലേൽപ്പിക്കും. ദൂതൻ ചെന്ന് മിക്കായായോട് പറഞ്ഞു, ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു. അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക. എന്നാൽ മിക്കായ പറഞ്ഞു, കർത്താവാണേ, അവിടുന്ന് അരുളി ചെയ്യുന്നത് ഞാൻ പറയും. അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു, മിക്കായ, ഞങ്ങൾ റാമോത്ത് ഗിലെയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ? മിക്കായ പ്രതിവചിച്ചു, നിങ്ങൾ പോയി വിജയം വരിക്കുക. കർത്താവ് അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. രാജാവ് ചോദിച്ചു, കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം? മിക്കായ പറഞ്ഞു, ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെപ്പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു. കർത്താവ് അരുളി ചെയ്യുന്നതും കേട്ടു. ഇവർക്ക് നാഥനില്ല. ഇവർ സ്വഭവനങ്ങളിലേക്ക് സമാധാനത്തിൽ പോകട്ടെ. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഇവൻ എനിക്ക് തിന്മയല്ലാതെ നന്മയൊന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ? മിക്കായ തുടർന്നു, കർത്താവ് അരുളി ചെയ്യുന്നത് ശ്രവിക്കുക. കർത്താവ് സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, ആഹാബ് റാമോത്ത് ഗിലെയാദിൽ പോയി വധിക്കപ്പെടാൻ ആർ അവനെ വശീകരിക്കും? ഓരോരുത്തരും ഓരോ വിധത്തിൽ മറുപടി നൽകി. എന്നാൽ ആത്മാവ് മുൻപോട്ട് വന്നു പറഞ്ഞു, ഞാൻ അവനെ വശീകരിക്കും. കർത്താവ് ചോദിച്ചു, എങ്ങനെ? അവൻ പ്രതിവചിച്ചു, ഞാൻ ചെന്ന് അവൻ്റെ എല്ലാ പ്രവാചകന്മാരുടെയും അധരങ്ങളിൽ നുണയുടെ ആത്മാവായി ഇരിക്കും. അവിടുന്ന് കൽപ്പിച്ചു, അവനെ വശീകരിക്കുക, നീ വിജയിക്കും. പോയി അങ്ങനെ ചെയ്യൂ. ഇതാ ഈ പ്രവാചകന്മാരുടെ എല്ലാം അധരങ്ങളിൽ അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. നിനക്ക് തിന്മ വരുത്താൻ അവിടുന്ന് നിശ്ചയിച്ചിരിക്കുന്നു. ഉടനെ കെനായായുടെ മകൻ സെദക്കിയ മിക്കായായുടെ അടുത്തു വന്ന് അവൻ്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു, കർത്താവിൻ്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത്? മിക്കായ പറഞ്ഞു,
ഒളിക്കാൻ ഉള്ളറയിൽ കടക്കുന്ന ദിവസം നീ അത് അറിയും. ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു, മിക്കായായെ പിടിച്ച് നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിന്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക. ഞാൻ വിജയിച്ചു മടങ്ങുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗൃഹത്തിലിടുക എന്ന് അവനോട് പറയണം. മിക്കായ പറഞ്ഞു, നീ വിജയിച്ചു മടങ്ങുകയാണെങ്കിൽ കർത്താവല്ല എന്നിലൂടെ സംസാരിച്ചത്. ഞാൻ പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ആഹാബിന്റെ മരണം. ഇസ്രായേൽ രാജാവും യൂദാ രാജാവ് യഹോഷാഫാത്തും റാമോത്ത് ഗിലെയാദിലേക്ക് പോയി. ഇസ്രായേൽ രാജാവ് യഹോഷാഫാത്തിനോട് പറഞ്ഞു, ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം. നീ രാജകീയ വേഷം ധരിച്ചുകൊള്ളുക. ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോയി. സിറിയ രാജാവ് തൻ്റെ 32 രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു, വലിയവരോടോ ചെറിയവരോടോ പൊരുതേണ്ട, ഇസ്രായേൽ രാജാവിനോട് മാത്രം പടവെട്ടുക. അവർ യഹോഷാഫാത്തിനെ കണ്ട് അതുതന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി. യഹോഷാഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു. അവൻ ഇസ്രായേൽ രാജാവല്ലെന്ന് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു. യദൃശ്ചയ ഒരു പടയാളി എയ്ത അമ്പ് ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടയുടെയും കവചത്തിന്റെയും ഇടയിൽ തറച്ചുകയറി. ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു, രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക. എനിക്ക് മുറിവേറ്റിരിക്കുന്നു. അന്ന് ഘോര യുദ്ധം നടന്നു. രാജാവിനെ സിറിയക്കാർക്കു നേരെ രഥത്തിൽ നിവർത്തിയിരുത്തി. മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി. സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവിൻ എന്ന ശബ്ദം മുഴങ്ങി. ആഹാബ് രാജാവ് മരിച്ചു. മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. സമരിയായിലെ കുളത്തിൽ അവർ രാജാവിന്റെ രഥം കഴുകി. കർത്താവ് അരുളി ചെയ്തിരുന്നതുപോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കിക്കുടിച്ചു. വേശ്യകൾ ആ വെള്ളത്തിൽ കുളിച്ചു. ആഹാബ് ദന്തഗൃഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവന്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു. പുത്രൻ അഹസിയ രാജാവായി. യഹോഷാഫാത്ത് യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവ് ആഹാബിന്റെ 4-ാം ഭരണവർഷത്തിലാണ് ആസായുടെ പുത്രൻ യഹോഷാഫാത്ത് യൂദായിൽ രാജാവായത്. അപ്പോൾ അവന് 35 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 25 വർഷം ഭരിച്ചു. ഷിൽഹിയുടെ മകൾ അസൂബ ആയിരുന്നു അവന്റെ മാതാവ്. അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചരിച്ചു. അതിൽ നിന്ന് വ്യതിചലിച്ചില്ല. കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു. എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല. ജനം അവിടെ തുടർന്നും ബലികളും ധൂപവും അർപ്പിച്ചു. യഹോഷാഫാത്ത് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർത്തിച്ചു. യഹോഷാഫാത്തിന്റെ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും യുദ്ധങ്ങളും യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. തൻ്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോന്ന ദേവപ്രീതിക്കുള്ള പുരുഷവേശ്യാ സമ്പ്രദായം അവൻ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തു. അക്കാലത്ത് ഏദോമിൽ രാജാവില്ലായിരുന്നു. ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത്. യഹോഷാഫാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു. എന്നാൽ എസിയോൻ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല. ആഹാബിന്റെ പുത്രൻ അഹസിയ യഹോഷാഫാത്തിനോട് ചോദിച്ചു, എൻ്റെ സേവകന്മാർ നിന്റെ സേവകന്മാരോടൊപ്പം കപ്പലിൽ പോകാൻ അനുവദിക്കുമോ? യഹോഷാഫാത്ത് സമ്മതിച്ചില്ല. യഹോഷാഫാത്ത് തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു. പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു. അവൻ്റെ പുത്രൻ യഹോറാം രാജാവായി. അഹസിയ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യഹോഷാഫാത്തിന്റെ 17-ാം ഭരണവർഷം ആഹാബിന്റെ പുത്രൻ അഹസിയ സമരിയായിൽ ഇസ്രായേലിന്റെ ഭരണം ഏറ്റെടുത്തു. അവൻ 2 വർഷം ഭരിച്ചു. അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു. പിതാവിൻ്റെയും നെബാത്തിന്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജെറോബോവാമിൻ്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു. അവൻ ബാലിനെ സേവിച്ചാരാധിച്ചു. തൻ്റെ പിതാവിനെ പോലെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു.